ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ തടവറയായ കട്സിയോട്ട് ജയിലിൽ നിന്ന് അവിശ്വസനീയമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹമാസ് തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ഈ ജയിലിന്റെ അതീവ സുരക്ഷാ വിഭാഗത്തിന് ചുറ്റും മനുഷ്യരെ വേട്ടയാടുന്നതിൽ കുപ്രസിദ്ധരായ നൈൽ മുതലകളെ വിന്യസിക്കാനുള്ള കൂറ്റൻ കിടങ്ങുകളുടെ നിർമ്മാണം ഇസ്രായേൽ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു. ജയിലിനുള്ളിലെ ഒരു പ്രത്യേക തടവറ ബ്ലോക്കിന് ചുറ്റും ഏകദേശം 170 മീറ്ററോളം നീളത്തിലാണ് ഈ കിടങ്ങ് കുഴിക്കുന്നത്. ജയിലിന് പുറത്തുനിന്ന് നോക്കിയാൽ ഇത് കാണാൻ കഴിയില്ലെങ്കിലും അകത്ത് നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഇത്തരമൊരു ക്രൂര പദ്ധതിക്ക് പിന്നിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വിറാണ്. കേവലം ഒരു ഭീഷണിയോ പ്രചാരണ തന്ത്രമോ അല്ല ഇതൊന്നും. പൈലറ്റ് പദ്ധതി എന്ന നിലയിലാണ് കട്സിയോട്ടിൽ ഇത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്കായി ഏകദേശം 2.25 കോടിയോളം ഷെക്കൽ, അതായത് ഏകദേശം 63 ലക്ഷം US$, ഇസ്രായേൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുതലകളെ പരിപാലിക്കാനും കൈകാര്യം ചെയ്യാനും ജയിൽ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു. എന്നാൽ ഒരു ജയിലിന് ചുറ്റും വന്യമൃഗങ്ങളെ എങ്ങനെ നിയമപരമായി എത്തിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇസ്രായേൽ സർക്കാർ മറ്റൊരു തിടുക്കപ്പെട്ട നീക്കം കൂടി നടത്തിയിട്ടുണ്ട്. കടുത്ത നിയമപരവും പാരിസ്ഥിതികവുമായ എതിർപ്പുകൾ അവഗണിച്ച് ഇസ്രായേലിന്റെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി ഇദിത് സിൽമാൻ നൈൽ മുതലകളെ വളർത്തുമൃഗങ്ങളുടെ ഗണത്തിലേക്ക് പുനർനിർവചിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. തടവുകാരുടെ ജയിൽ ചാട്ടം തടയാനും ശത്രുക്കൾക്ക് കടുത്ത ഭയം സൃഷ്ടിക്കാനുമാണ് ഇത്തരമൊരു നടപടിയെന്ന് ഭരണകൂടം വാദിക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെ രാജ്യത്തിനകത്തു നിന്നും വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇസ്രായേൽ നാച്ചുറൽ ആൻഡ് പാർക്സ് അതോറിറ്റി ഇതിനായി അടിയന്തര യോഗം വിളിക്കുകയും ജയിൽ സുരക്ഷയ്ക്ക് മുതലകളെ ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായി എതിർക്കുകയും ചെയ്തു. ആക്രമണകാരികളായ ഇരപിടിയൻ മൃഗങ്ങളെ ഇത്തരത്തിൽ പാർപ്പിക്കുന്നത് ജയിൽ ജീവനക്കാരുടെയും പരിസ്ഥിതിയുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് വിദഗ്ധരും മന്ത്രാലയത്തിലെ നിയമ ഉപദേശകരും മുന്നറിയിപ്പ് നൽകുന്നു. ഒക്ടോബർ 7 സംഘർഷത്തിന് ശേഷം ഇസ്രായേലി തടവറകളിലെ ഫലസ്തീനികളുടെ എണ്ണം 80% വർദ്ധിച്ച് 9000-ത്തിലധികമായി ഉയർന്നിട്ടുണ്ട്. ഇവർക്ക് നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കെ മുതലക്കിടങ്ങുകൾ കൂടി നിർമ്മിക്കുന്ന ഇസ്രായേലിന്റെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ തർക്കങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും വഴി തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വശത്ത് ജയിലുകൾക്കുള്ളിൽ ഇത്തരം കർശനവും വിചിത്രവുമായ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് ഗസയിലെ അധിനിവേശം ഇസ്രായേൽ സൈന്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഗസയിലെ ജനവാസ മേഖലകളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടുള്ള കടുത്ത ആക്രമണങ്ങളും കരമാർഗമുള്ള ഉപരോധവും ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. പുതിയ സൈനിക അതിർത്തികൾ നിശ്ചയിച്ച് ജനങ്ങളെ കൂടുതൽ വിസ്തൃതി കുറഞ്ഞ ഇടങ്ങളിലേക്ക് തുരത്തുകയും മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ ജയിലിനുള്ളിലെ വിചിത്ര പദ്ധതികളും ഗസയിലെ ആക്രമണങ്ങളും ഒരേ സമയം ശക്തമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെയും മനുഷ്യാവകാശ നിയമങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന നയവുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്.